ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നല്ലൊരു അടിപൊളി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കാണ്. 3 ഇയർ ബേബി 22 സൈസാണ്. പക്ഷേ ഇത് ഫുൾ ലെങ്ത്ത് ആയതുകൊണ്ട് 28 ലെങ്ത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലെയർ നമ്മൾ 20 ഇഞ്ചിലും സെക്കൻഡ് ലെയർ 28 ഇഞ്ചിലുമാണ് ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഫാബ്രിക് കറക്റ്റ് 12 മീറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ 5 മീറ്റർ ഫാബ്രിക് ഫോൾഡ് ചെയ്തിട്ടിട്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ കരഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ ഫസ്റ്റ് ലെയർ അല്ല ആദ്യം കട്ട് ചെയ്യുന്നത്, ലെങ്ത്ത് ഉള്ള ലെയറാണ്. അത് സെക്കൻഡ് ലെയറാണ് കേട്ടോ. അപ്പോൾ 20.5 ഇഞ്ചാണ് സെക്കൻഡ് ലെയർ വരുന്നത്. അപ്പോൾ യോക്ക് പാർട്ട് നമുക്ക് 8 ഇഞ്ച് പോയാൽ വരുന്ന അളവാണ് കേട്ടോ. 28-ൽ 20 ഇഞ്ച്, അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 5 മീറ്ററിൽ നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് കേട്ടോ ഫസ്റ്റ് ലെയർ എടുക്കുന്നത്. ഫസ്റ്റ് ലെയർ നമ്മൾ 12.5 ഇഞ്ചാണ്. അപ്പോൾ 20 സൈസ് 8 + 12 ആണല്ലോ വരുന്നത്, 20 ഇഞ്ച്. അപ്പോൾ അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 12.5 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ലെയറാണ്. അപ്പോൾ ഇതാണ് ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത്ത്, ഏകദേശം കുറച്ചും കൂടെ കൂടുതലുണ്ടാവും. അപ്പോൾ സെക്കൻഡ് നമ്മളൊരു 5 മീറ്റർ ഫോൾഡ് ചെയ്തിട്ടുള്ള നെറ്റ് ആണ് കേട്ടോ, ഫാബ്രിക്കാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ തേർഡ് ലെയർ 20 ഇഞ്ച് ഉണ്ടല്ലോ, അര ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ തേർഡ് ലെയർ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, മാർക്ക് ചെയ്തും കണ്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷനിൽ നെറ്റ് പീസിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ ഇത്. ഈ ഒരു 3 പീസസും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ ബാക്കി ബാലൻസ് വരുന്ന പീസിൽ നമ്മൾ ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 ഇഞ്ചിൽ എടുത്ത് കൊടുത്തിട്ടുള്ള പീസസ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 3 സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഓരോ ഫ്രില്ലും നമ്മൾ ഫ്രില്ലിട്ടെടുക്കുന്നത്, ഓരോ പീസസും. അപ്പോൾ ഒരു പീസ് നമ്മൾ 20 മീറ്റർ ലെയർ വേണം കേട്ടോ ഫ്രില്ലിട്ടെടുക്കാൻ. 5 മീറ്റർ മക്കാണ് ഫ്രില്ലിടുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പും 20 മീറ്റർ, തേർഡ് സ്റ്റെപ്പും 20 മീറ്റർ, അങ്ങനെ 3 പീസസ് ഫ്രില്ലിട്ടിട്ട് യോജിപ്പിച്ചിട്ടാണ് ഓരോ സ്റ്റെപ്പ് നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയറുമ്മലും സെക്കൻഡ് ലെയറുമ്മലും ഫ്രില്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ 120 മീറ്റർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് പീസുമെന്നും സെക്കൻഡ് പീസുമെന്നും പിന്നെ ഒരു 2 മീറ്ററും കൂടെ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചും അതിൻ്റെ ബാക്കി പാർട്ട് നമ്മൾ യോക്കിനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രേപ്പ് ലൈനിങ് ആണ് 20.5 ഇഞ്ച് ഫുൾ ലെങ്ത്ത് ഫ്രോക്കിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ ക്രേപ്പ് ലൈനിങ്ങും കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. കോട്ടൺ ലൈനിങ് 19.5 ഇഞ്ചിൽ 2 പീസസ് അതും കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ലൈനിങ്ങും നമ്മൾ വിലങ്ങ് വശമാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സൈഡ് യോജിപ്പിക്കുമ്പോൾ ഓവർലോക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ 3 പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങുകളും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രില്ല് വെക്കുന്നത് കാണിക്കാൻ കേട്ടോ ഏത് ഭാഗത്താണ്. അത് ഫസ്റ്റ് ലെയറിൽ ഫ്രില്ല് വെക്കാനുണ്ട്, സെക്കൻഡ് ലെയറിലും നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോഡി പാർട്ടാണ് തേർഡ് കട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ 5 ഇഞ്ച് യോക്ക് പാർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. യോക്കെല്ലാം ഷോൾഡർ, അതുപോലെ തന്നെ ആം ഹോളും 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. പ്ലസ് 1 തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 9 ഇഞ്ച് കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ ചെസ്റ്റ് പാർട്ട് നമ്മൾ 6 ഇഞ്ച് പ്ലസ് 1 അങ്ങനെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്കിൻ്റെ വൈഡ് വരുന്നത് 2 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് നമ്മൾ കൊടുക്കുന്നില്ല ഇതിൽ. അപ്പോൾ അതിൽ ക്രോസ് മോഡലുള്ള ഒരു യോക്ക് പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കാത്തത്. അപ്പോൾ താഴ്ഭാഗം ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചിട്ട് നമ്മളെ ബോഡി പാർട്ട് ഫസ്റ്റ് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അര ഇഞ്ച് ഷോൾഡർ വശം നമ്മൾ കുഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ നെക്ക് കട്ട് ചെയ്യാണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ആ പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്ക് പാർട്ട് ഒരു സിബ് വെക്കാനുള്ള 3/4 ഇഞ്ച് ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് അതിന് സിബ് വെക്കാനുള്ള ഭാഗം സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ബാക്ക് വശം. പിന്നെ അതിൽ നെക്കിൻ്റെ ഫ്രണ്ട് പീസുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
നെക്കിൻ്റെ ആ ഒരു അളവിന്ന് 1.5 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ട് കറക്റ്റ് നമ്മൾ ആ 3/4 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട് ബാക്ക് വശത്തെ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ താഴ്ഭാഗത്തൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഫസ്റ്റ് നെക്കിൻ്റെ അളവിലുണ്ടല്ലോ ആ അളവിലേക്ക് ചെരിച്ചിട്ട് ഇങ്ങനെ ക്രോസ് രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. മാർക്ക് ചെയ്തിട്ട് ആ ഒരു പീസസ് ആണ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് സെയിം പീസസ് തന്നെ ലൈനിങ്, കോട്ടൺ ലൈനിങ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് സെയിം പീസസ് തന്നെ 2 കോട്ടൺ ലൈനിങ് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതേപോലത്തെ അളവിൽ ഒരു പീസും കൂടെ എടുത്തിട്ട് 2 പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ബോഡി പാർട്ട്. ഇതാ ബാക്കത്തെ ബോഡി പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രണ്ട് ലൈനിങ്സും അതേപോലെ തന്നെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ക്രേപ്പ് ലൈനിങ് ആദ്യം നമ്മൾ കോട്ടണിലാണ് കട്ട് ചെയ്തത്, ഇനി ക്രേപ്പ് ലൈനിങ്ങും കട്ട് ചെയ്യുക. പിന്നെ ബോഡി പാർട്ട് ഫ്രണ്ടിൽ ഫ്രില്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 14 ഇഞ്ച് ലെങ്ത്തും 30 ഇഞ്ച് വിഡ്ത്തിലുള്ള 2 പീസസ്, 2 യോക്ക് പാർട്ടിലും 2 പീസ് നമ്മൾ കട്ട് ചെയ്തില്ല, അതിൽ 2ലും ഫ്രില്ലിട്ട് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിന്മേ ക്രേപ്പ് ലൈനിങ്ങും സെയിം ക്രേപ്പ് ലൈനിങ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടുകളൊക്കെ ഒന്നും കൂടെ കാണിക്കുന്നത് ചിലപ്പോൾ ഫസ്റ്റ് കാണുന്നവർക്കൊന്നും അത് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 പീസുമൊക്കെ ഫ്രില്ലിട്ട് എടുക്കാനുള്ള പ്ലെയിൻ നെറ്റാണ്. അപ്പോൾ 2 ഒരേ അളവ് തന്നെ ഫ്രില്ലിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ബാക്ക് വശം നമ്മൾ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും പിന്നെ പ്ലെയിൻ നെറ്റ് ഓരോ പീസസും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ബാക്കിൽ നമ്മൾ ഒരു ലെയർ പ്ലെയിൻ നെറ്റും കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ ഫ്രോക്ക് ചെയ്തെടുക്കുന്നത്. വെറും ലൈനിങ് മാത്രമായിട്ട് വെക്കാതെ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രില്ല് സാധാ ഫ്രില്ല് പോലെ അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ ഭാഗത്ത് നല്ല തിക്കിൽ ഫ്രില്ല് കൊടുത്തിട്ട് താഴ്ഭാഗത്തേക്ക് അതിനെ ഇങ്ങനെ എന്താ പറയുക ഒന്നിൻ്റെ നോർമലാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിൻ ചെയ്തിട്ട് അങ്ങനെ ഫ്രില്ലിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. താഴേക്ക് അധികം ഫ്രില്ലില്ലാതെയും നമ്മൾ ഷോൾഡർ വശം കുറച്ച് നല്ലോണം തിക്കിൽ ഫ്രില്ലും കൊടുത്തിട്ട് അങ്ങനെ ഫ്രില്ലിട്ടെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കിൽ ഫ്രില്ലിട്ടെടുത്താൽ കറക്റ്റ് നമ്മൾ ആ ഒരു 30 ഇഞ്ച് ഇതിന് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല തിക്ക് തന്നെ മുകൾ ഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചേട്ടാ. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ഫ്രില്ലിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ കുത്തി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്താൽ മതി കേട്ടോ. എങ്കിൽ ഓരോ ഞെറിവും പിടിച്ച് ലെവലാക്കി വെച്ചതിന് ശേഷം ഓരോ ഫ്രില്ലുമ്മലും ഒന്നിങ്ങനെ അയൺ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആ രീതിയിൽ തന്നെ നിൽക്കുക ഫ്രില്ല്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് പണി കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒന്നും കൂടെ ഈസി ആക്കി എടുക്കാനുള്ള മെത്തേഡ്സാണ് ഒന്ന് അയൺ ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാ ഭാഗവും ഇതേപോലെ വെച്ചിട്ട് ഫ്രില്ലിട്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഓർഡറിലല്ലല്ലോ താഴോട്ട് ഫ്രില്ല് വരുന്നത്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫ്രില്ലിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 2 വശം നമ്മൾ പിൻ കുത്തിയിട്ട് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. 2 പീസസും ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ എക്സ്ട്രാ വരുന്ന പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അത് 2 വശത്തും നല്ല ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് എടുക്കുക. അത് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ചെയ്ത് കുറച്ചൊരു എക്സ്പേർട്ടായവർക്ക് ഇത് ഈസിയാണ് കേട്ടോ, ഒന്നും നോക്കാനില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആ ഒരു സെയിം മെത്തേഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ആ സൈഡ് വശം അതുപോലെ കൈക്കുഴി ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. 2 പീസസും ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രില്ല് അതിൽ കുടുങ്ങാതെ നോക്കണം കേട്ടോ. ഈ കോർണർ ഭാഗത്തേക്ക് കുടുങ്ങാതെ നോക്കിയാലേ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഒന്ന് കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മറിച്ചെടുക്കാനുണ്ട് കേട്ടോ ഫ്രണ്ട് പീസസ്. ഈ ഒരു ഫ്രോക്കിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ താഴോട്ടുള്ള ഫ്രില്ലും അതുപോലെ ഈ യോക്ക് പാട്ടിൻ്റെ കട്ടിങ്ങുമാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി ഒന്ന് മറിച്ചെടുക്കുമ്പോൾ നമ്മളത് നല്ല വൃത്തിക്ക് തന്നെ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇങ്ങനെ തന്നെ ഉണ്ട്. ഈ ഓർഡർ ഇല്ലാത്തൊരു ഫ്രില്ലാണ് ഇതിൻ്റെ ഒപ്പാട്ടിൽ വരുന്നത്. പക്ഷേ എന്നാലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് നമ്മൾ കോട്ടൺ ക്രേപ്പ് ലൈനിങ്ങും പ്ലെയിൻ നെറ്റും വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. ഒന്ന് പിൻകുത്തി കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല സുഖമാണ് ഒന്ന് പിൻകുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴുത്തും ആം ഹോളും അതുപോലെ സിബ് വെക്കണ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ ടോട്ടലി സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡർ വശം അതുപോലെ ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡർ വശം തമ്മിൽ യോജിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 ഇഞ്ച് വിട്ടിട്ട് ഈ ഒരു വശം നമ്മൾ മാർക്ക് ചെയ്തിട്ട് അപ്പുറം അതേപോലെ തന്നെ 3 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു രീതിയിൽ ഇതിനെ യോജിപ്പിക്കുക. താഴ്ഭാഗം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷോൾഡർ വശം തമ്മിൽ യോജിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നത് പോലെ തന്നെ നല്ല വശം വെച്ചിട്ട് ഷോൾഡർ വശം കൂട്ടിയടിക്കുകയാണ് കേട്ടോ. അപ്പം ടോട്ടലി നമ്മൾ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സിബ്ബൊക്കെ കഴിഞ്ഞ് വള്ളിയൊക്കെ വെച്ച് നമ്മൾ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫുൾ വർക്കൊക്കെ കഴിഞ്ഞ് കാണാനാണ് ഈ ഒരു ഫ്രോക്ക് നല്ല ഭംഗി കേട്ടോ. അപ്പോൾ നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇനി. അപ്പോൾ ഇത് കോട്ടൺ ലൈനിങ് ആണ്. ഇത് നോർമലി നമ്മളിടുന്ന ഫ്രില്ലാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും ഒക്കെ ഫ്രില്ലിട്ടെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കേർട്ട് പോർഷൻ്റെ സ്റ്റിച്ചിങ് ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡും കൂടെ കൂട്ടിന് ശേഷം താഴ്ഭാഗം ഒന്ന് കരഭാഗം അടുക്കി തയ്ച്ചു കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ ഇതുപോലെ ഫ്രില്ലിട്ടെടുക്കുക പ്ലെയിൻ നെറ്റ്. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഫ്രില്ലുകളൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 3 എണ്ണം ഒരുമിച്ച് വെച്ചിട്ടാണ് ഓരോ ഫ്രില്ലും യോജിപ്പിക്കുന്നത് കേട്ടോ. 3 സ്റ്റെപ്പ് ഫ്രില്ലാണ് ഇത് വരുന്നത്. ഓരോ ലെയറുമ്പോഴും 3 സ്റ്റെപ്പ് ഫ്രില്ല് ഓരോ പീസസും വെച്ചിട്ട് ഒന്നിച്ച് യോജിപ്പിച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റെപ്പാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്കേർട്ട് പോർഷനിൽ നമ്മൾ ഒരു ലെയറുമ്മ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സെക്കൻഡ് ലെയറുമ്മലും നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കേർട്ട് പോർഷൻ നമ്മൾ ഫ്രില്ലിട്ടെടുത്തതിന് ശേഷം ഇതാ കറക്റ്റ് നമ്മളെ വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അളവാക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ തന്നെയാണ് ലൈനിങ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. എല്ലാ പീസസും ഒരേ വേസ്റ്റ് മെഷർമെൻറ്റിൽ എടുത്തിട്ട് നമ്മൾ സൈഡും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും എല്ലാം നമ്മൾ ഫ്രില്ലിട്ടെടുത്ത് റൗണ്ട് ചെയ്തിട്ട് ശേഷം താഴെ ഫ്രില്ലും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയറും ഫസ്റ്റ് ലെയറും നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ് റൗണ്ട് ചെയ്തിട്ട്. അപ്പോൾ നീളം കുറഞ്ഞ ലെയർ ഫസ്റ്റും നീളം കൂടിയ ലെയർ സെക്കൻഡും അങ്ങനെ ഉണ്ടോ നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ ഒരു ലെയറും കൂടെ പ്ലെയിൻ നെറ്റ് ഫ്രില്ലില്ലാതെ ലൈനിങ് കഴിഞ്ഞിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്കേർട്ട് പോർഷന് ഫുള്ള് ലൈനിങ്ങുകളും അതുപോലെ തന്നെ പ്ലെയിൻ നെറ്റും ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ നെറ്റുകളാണ്. പിന്നെ വരുന്നത് ക്രേപ്പ് ലൈനിങ്, കോട്ടൺ ലൈനിങ്, അങ്ങനെ 5 ലെയർ നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ പീസസും വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സ്കേർട്ട് പോർഷൻ്റെ ഫുള്ള് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്കേർട്ട് പോർഷനും അതുപോലെ ടോപ്പ് പോർഷനും ഒന്ന് യോജിപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ടോപ്പ് പോർഷൻ്റെ വേസ്റ്റ് ഭാഗം സ്കേർട്ട് പോർഷൻ്റെ വേസ്റ്റ് ഭാഗം കറക്റ്റ് മെഷർമെൻറ്റിലാണ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രില്ലൊക്കെ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു വേസ്റ്റ് ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് നല്ല പതിച്ചടിക്കണമെങ്കിൽ മാത്രമേ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ പൊന്തിക്കെടുക്കാതിരിക്കുള്ളൂ കേട്ടോ. വണ്ണം കൂടുതൽ തോന്നിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പതിച്ച് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ അറ്റാച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നല്ല ഭംഗിയായില്ലേ. ഇനി കുറച്ച് ബീഡ്സ് കൊടുക്കാനുണ്ട്. ബാക്കിലൊരു ബട്ടർഫ്ലൈ കൊടുക്കാനുണ്ട്.
അപ്പോൾ ടോട്ടലി നമ്മളെ ഫ്രോക്കിൻ്റെ ഫുൾ ഫിനിഷിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.